കേക്കാ ഉണ്ടാക്കുക? അമ്മു, നിന്റെ അഭിപ്രായം എന്താ? മിയ, എനിക്ക് തോന്നുന്നത് പൈനാപ്പിൾ കേക്കാ നല്ലതെന്നാ. അറിയോ, നിനക്കെന്താ തോന്നുന്നത്? എന്ത് കേക്കാ നല്ലത്? എനിക്ക് തോന്നുന്നത് മാംഗോ കേക്കാ നല്ലതെന്നാ. എടി ബബിലു, അവർ മാംഗോ കേക്കാ ഉണ്ടാക്കുന്നത്. നീ ഒന്ന് മിണ്ടാതെ നിക്കുറിങ്കോ, അവരെന്താ പറയുന്നതെന്ന് നോക്കാം. എടാ സുൽത്താനെ, നിന്റെ അഭിപ്രായം എന്താ? എന്ത് കേക്ക് ഉണ്ടാക്കേണ്ടത്? മിയ, എനിക്ക് ബനാന കേക്കാ നല്ലതെന്നാ തോന്നുന്നത്. ബനാന കേക്കാ നല്ലത്. എനിക്കും ഇഷ്ടം ബനാന കേക്ക്. എന്നാൽ നമ്മൾ അത് തന്നെ ഉണ്ടാക്കാൻ ഉറപ്പിച്ചു. നമ്മൾ നല്ല അടിപൊളി കേക്ക് ഉണ്ടാക്കും. എന്നിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ ഇല്ലേ നമ്മൾ എങ്ങനെയെങ്കിലും ജയിപ്പിക്കും. നീ ജയിപ്പിക്കും. ഈ ബബില് ജീവിച്ചിരിക്കുമ്പോൾ അത് ഒരിക്കലും നടക്കൂല മിയ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, നിങ്ങളൊക്കെ വന്ന് വൈകിട്ട് വീട്ടിലേക്ക് വാ, നമുക്ക് അവിടെ നിന്നും പ്രാക്ടീസ് ചെയ്യാം. അതൊക്കെ ഞങ്ങൾ ഏറ്റു മിയ. മിയ, നാളത്തെ കേക്ക് അതൊരു 1.5 കേക്ക് ആയിരിക്കണം. ഈ മിയയുള്ളപ്പോൾ നിങ്ങൾ അതൊന്നും ഓർത്ത് സങ്കടപ്പെടണ്ട. കപ്പൊക്കെ വാങ്ങാനായി നിങ്ങൾ തയ്യാറായി നിന്നോ. എടി അമ്മു, ആരാ കപ്പ് വാങ്ങുന്നതെന്ന് നമുക്ക് കണ്ടറിയാം. റിങ്കു, അവൾ എന്തൊക്കെയാ കേക്കിന് ചേർക്കുന്നതെന്ന് കാണാതെ പഠിക്കും. നീ ഒന്ന് പെട്ടെന്ന് കേക്ക് ഉണ്ടാക്കണ്ടേ മിയ. എന്റെ വായിൽ ഇപ്പം തന്നെ വെള്ളം വരുന്നു. ഒന്ന് പെട്ടെന്ന് ഉണ്ടാക്കണ്ടേ മിയ. എനിക്ക് ഇപ്പം തന്നെ രുചി നോക്കണം. എന്റെ സുൽത്താനെ, നിനക്ക് ഇതെന്തൊരു കൊതിയാ. മുട്ട നന്നായി ബീറ്റ് ചെയ്യണം. അതിലേക്ക് വേണം പഞ്ചസാര പൊടിച്ചിട്ടിടാൻ. ബനാന ചെറുതായി അരിഞ്ഞിടുന്നതായിരിക്കും നല്ലത്. നീ ഇതൊന്നും പറഞ്ഞു നിൽക്കാതെ ഒന്ന് പെട്ടെന്ന് ഉണ്ടാക്കാൻ നോക്കും മിയ. എന്റെ കൊതിയും സുൽത്താനെ, നിനക്ക് ഞാൻ ഉണ്ടാക്കി തരാം. മറിയോ, നീ നാളത്തേക്ക് പഞ്ചസാര നന്നായി പൊടിച്ച് വേണം കൊണ്ടുവരാൻ. അത് ഞാൻ ഏറ്റു. എടി അമ്മു, നിനക്കും ഉണ്ടൊരു കാര്യം ചെയ്യാൻ നാളത്തേക്ക്. എന്ത് കാര്യം അമ്മിയാ ഞാൻ ചെയ്യേണ്ടത്? നീ 1 കപ്പ് മൈദയിൽ 1/2 സ്പൂൺ ബേക്കിംഗ് സോഡയും 1 നുള്ളു ഉപ്പും ഇട്ടിട്ട് 3-4 പ്രാവശ്യം നന്നായി അരിച്ചു കൊണ്ടുവരണം. നീ അതൊരു അളവിലാക്കി കൊണ്ടുവന്നാൽ മതി. അക്കാര്യം ഞാൻ ഏറ്റു. എടാ സുൽത്താനെ, നീ ഈ പഴം നാളെ കട്ട് ചെയ്ത് കൊണ്ടുവരാൻ പറഞ്ഞാൽ നീ തിന്നിട്ടാണ് വരിക? ഓൻ അങ്ങനെ തന്നെ ചെയ്യും. റിങ്കു, അവരുടെ കേക്കിന്റെ റെസിപ്പി നിനക്ക് മനസ്സിലായോ? ആ, ഞാനൊക്കെ കേൾക്കുന്നുണ്ട്. എടി, നിനക്ക് ഇതൊക്കെ കേട്ടിട്ട് എന്തെങ്കിലും ഒരു ഐഡിയ തോന്നുന്നുണ്ടോ? എന്ത് ഐഡിയ? ഒരു ഐഡിയയും തോന്നുന്നില്ല. എന്നാ ഈ ബബിലുവിന് ഒരു ഐഡിയ തോന്നുന്നുണ്ട്. എന്താ ഐഡിയ തോന്നുന്നത്? അതൊക്കെ ഉണ്ടടി, ഞാൻ നിനക്ക് പറഞ്ഞു തരാം. നീ വാ, നമുക്ക് ഐഡിയ വർക്ക് ചെയ്യാനുള്ള തയ്യാറെടുപ്പെടുക്കാം. നിങ്ങളൊക്കെ ഇവിടെയാണ് ഉള്ളത്? എന്താ എല്ലാം നിങ്ങളൊക്കെ എന്താ ചെയ്യുന്നത്? അമ്മ എന്തൊന്നും അറിയാത്തതുപോലെ നാളെയല്ലേ സ്കൂൾ കേക്ക് മേക്കിംഗ്, അതിന്റെ പ്രാക്ടീസ് ചെയ്യുകയാണ് ഞങ്ങൾ. ഞാൻ ആ കാര്യം മറന്നു. എന്തായി? എന്റെ ഒക്കെ ശരിയായോ? ഒക്കെ സെറ്റായി. ഇനി എനിക്ക് കേക്ക് ഉണ്ടാക്കി തിന്നാൽ മാത്രം മതി. കൊതിയെ. എടാ കൊതിയൻ സുൽത്താനെ, നിന്റെ കൊതി ഇതുവരെ തീർന്നില്ല. എന്റെ ആന്റി, അവന്റെ കൊതി അത്ര വേഗമൊന്നും തീരില്ല. ശരി മിയ, നാളെ കേക്ക് ഉണ്ടാക്കുമ്പോൾ അതിൽ 2 സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചോ, എന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതൊക്കെ ഞങ്ങൾ സെറ്റാക്കി. വെരി ഗുഡ്. എന്ന് എല്ലാവരും വാ, നമുക്ക് ചായ കുടിക്കാമല്ലോ. അപ്പൊ ഗയ്സ്, നമ്മൾ നാളെ അടിച്ച് പൊളിക്കും. ബബുലുവിനെ റിങ്കുവിനെ എങ്ങനെയെങ്കിലും